സംസ്ഥാനത്ത് പണിമുടക്കുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഉത്തരവിറക്കി നാഷണൽ ഹെൽത്ത് മിഷൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം. നാഷണൽ ഹെൽത്ത് മിഷന്റേതാണ് ഈ നിർദ്ദേശം. ആശാവർക്കർമാരെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കണം. ഏതെങ്കിലും ആശാപ്രവർത്തക തിരിച്ചെത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾക്ക് ആശമാർ സേവനം ലഭ്യമാക്കുന്നുണ്ടോ എന്ന കാര്യം മെഡിക്കൽ ഓഫീസർമാർ ഉറപ്പുവരുത്തണമെന്നും നാഷണൽ ഹെൽത്ത് മിഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 2 ആഴ്ചയായിട്ടും വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ പിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത്. ആശാവർക്കർമാർക്ക് 3 മാസ കുടിശ്ശികയിൽ നിന്ന് 2 മാസ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ ഓണറ്റേറിയം അനുവദിച്ചിട്ടും 1 മാസത്തെ ശമ്പളം മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. അതേസമയം ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ അരാജക സംഘടനകളാണെന്നാണ് CPIM വിമർശിക്കുന്നത്. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് സമരത്തിന് ഇറക്കിയതെന്നും അതിനു പിന്നിൽ അരാജക സംഘടനകളാണെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. അരാജക സംഘടനകൾ പിന്നിലുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കട്ടെ എന്ന് സമരസമിതിയും മറുപടി നൽകി. ആശാവർക്കർമാരെ സർക്കാർ നിരന്തരം അപമാനിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്.